ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മളെ ഹോണ്ട ഡിയോ വണ്ടി. ഓവർഫ്ലോ കംപ്ലൈൻ്റ് ആയിട്ട് നമ്മളത് കയറ്റിയിട്ട്, അതായത് പെട്രോൾ ഓവർഫ്ലോ പോകണമെന്നാണ് കംപ്ലൈൻറ്റ്. അപ്പോൾ നമ്മളതും പ്രകാരം നമ്മളത് കയറ്റി ചെക്ക് ചെയ്യുന്ന സമയത്ത് കാർബറേറ്റർ യൂണിറ്റ് നമുക്കൊന്ന് അഴിക്കേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ശരിക്കും കാർബറേറ്ററിൻ്റെ ഈ അടിയിൽക്കൂടെ വന്ന ഈ പൈപ്പിൽ കൂടെയാണ് പെട്രോൾ ലീക്കായി പോകണമെന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ കാർബറേറ്റർ അഴിച്ച് നോക്കുന്ന സമയത്ത് ഓൾറെഡി അതിൻ്റെ കാർബറേറ്ററിൻ്റെ ഫ്ലോട്ട് വാൽവ് എന്ന് പറയുന്ന ഈ യൂണിറ്റ് കംപ്ലൈൻ്റ് ആണ്. അതിൻ്റെ ഈ സൈഡൊക്കെ ചെറുതായിട്ട് അതിൻ്റെ ഔട്ടറിൽ ശരിക്കും കാർബറേറ്ററിൽ പിടിക്കുന്നുണ്ട്. അതായത് അത് ശരിക്കും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വർക്ക് ചെയ്യണതാണ്. അതായത് ഇതിൻ്റെ ഉള്ളിൽ ഈ കറക്റ്റ് ഫ്ലോട്ടുമ്പോൾ കണക്ട് ചെയ്തിട്ട് ഇതൊരു വാൽവ് പോലെ വർക്ക് ചെയ്യും. പെട്രോൾ ഇല്ലാത്തപ്പോൾ ഇതിങ്ങനെ താഴെ കൊടുക്കും, പെട്രോൾ ഇറങ്ങി വരും, നിറഞ്ഞ് കഴിയുമ്പോൾ ഫുള്ളായിട്ട് പോയി ലോക്കാവും. ആ ലോക്കാവുന്ന ഫങ്ഷൻ കറക്റ്റ് അല്ലാത്തതാണ് മെയിനായിട്ടുള്ള കാരണം. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സെൻട്രൽ റാഷൻ ആ ബ്ലാക്ക് കൂർത്ത ഭാഗമാണ് ചെന്നിട്ട് ലോക്കാവണേ. അതങ്ങനെ വർക്ക് ചെയ്ത് അതും ഒരു സ്റ്റെപ്പ് വീണിട്ടുണ്ട്. ഇതുമ്മ സ്റ്റെപ്പ് വന്നേക്കണ പോലെ തന്നെ ഈ കാർബറേറ്റർ യൂണിറ്റുമേ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അത് ഫുൾ ക്ലീൻ ചെയ്തിട്ടാലും നാളെ ഒരിക്കൽ കംപ്ലൈൻറ്റ് വരില്ല എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ രണ്ടിനും തേമാനോ ഒരേപോലെയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി ഇതിനാകുമ്പോൾ വലിയ റേറ്റ് വന്നില്ല. അപ്പോൾ ഇതൊന്ന് മാറ്റിയിട്ടിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഒരു 80% നമുക്ക് മാറും എന്ന് വേണം വിചാരിക്കാനായിട്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്കിപ്പോൾ വന്ന കെമിക്കലുകൾ, അതായത് പെട്രോളിലടങ്ങുന്ന കെമിക്കലുകളുടെ ഒരു റിയാക്ഷനൊക്കെ കൂടിയാണ് ഈ സംഭവം ഇങ്ങനെ വന്നത്. കാരണം എന്ന് വെച്ചാൽ ഇതൊക്കെ അലുമിനിയം ബോഡിയാണ്, ഇതും അലുമിനിയം ബോഡിയാണ്. അപ്പോൾ അതും ഒരു ഫംഗസ് പോലെ വന്നിട്ട് അത്രയും ഭാഗം എടുത്തു പോവുക, അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് നല്ല രീതിയിലൊന്ന് ക്ലീനാക്കി എടുക്കുക, ഈ ഫ്ലോട്ട് വാൽവ് മാറ്റിയിടാം. അതേപോലെ തന്നെ കാർബറേറ്ററിൻ്റെ ഉള്ളിൽ നമ്മൾ നോക്കുമ്പോൾ വന്നൊരു ജെറ്റാണ്, സ്ലോ ജെറ്റ്. എന്നിട്ട് ഇതും ഓൾറെഡി ബ്ലോക്കായിട്ട് നിൽക്കാം. കാരണം എന്ന് വെച്ചാൽ മൈലേജ് അത്രയും കുറവുണ്ടാവും, നമ്മൾ ശ്രദ്ധിക്കാണ്ടാണ്. അപ്പോൾ ഈ 2 ഐറ്റം നമുക്കൊന്ന് മാറ്റാം. ഇത് രണ്ടും മാറ്റിയിടണം, പുതിയതിടണം. ഇതിന് എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 200 ചില്ലാൻ്റെ അങ്ങോട്ട് വരും കേട്ടോ. ഇതിന് 73 രൂപ. പിന്നെ നമ്മൾ കാർബറേറ്ററിൻ്റെ മൗത്തൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം അതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കരിയുണ്ട്. അപ്പോൾ നമ്മളൊരു ക്ലീനർ ഉപയോഗിച്ചിട്ട് വേണം ഇത് ഫുള്ള് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഫുള്ളായിട്ട് അടിച്ച് ക്ലീൻ ആക്കാൻ ശരിക്കും പ്യൂർ വൈറ്റ് പോലെ അലുമിനിയത്തിൻ്റെ അതേ കളറിലേക്ക് വരും ഇത്. കാരണം അതിപ്പോൾ കരിയൊക്കെ കയറിയിട്ടാണ് ഇങ്ങനെ ഇരിക്കണേ. അത് നമുക്ക് നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അതിന് ശേഷം റീസെറ്റ് ചെയ്ത് നോക്കാം. ഇതിന് തേമാനം ഉള്ളത് കൊണ്ട്, അതായത് ആ ഫ്ലോട്ട് വാൽവും കാർബറേറ്ററും തേമാനം ഉള്ളത് കൊണ്ട് 100% നമ്മളൊരു ഉറപ്പ് പറയണില്ല. എന്നാലും ഒരു 80-85% കംപ്ലൈൻറ്റ് വരില്ല എന്ന് വേണം വിചാരിക്കാനായിട്ട്. വീണ്ടും കംപ്ലൈൻറ്റ് വന്നാൽ നമുക്കിതുമ്പോൾ പിന്നെ ഒന്നും ചെയ്യാനില്ല, അഴിച്ച് കാർബറേറ്റർ മാറ്റിയാൽ മതി. കാരണം പിന്നെ നമ്മളതും വിട്ട് ചെയ്തുകൊണ്ടിരുന്ന വെറുതെ പൈസ പോകാമെന്നല്ലാണ്ട് പ്രത്യേകിച്ച് അതുകൊണ്ട് ഉപകാരമില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഇത്ര ഐറ്റം ചെയ്തു വരും, ഏകദേശം എത്ര വരുമെന്നൊരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിടാം കേട്ടോ. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ തന്നെ വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ വിളിക്കാം. എന്തെങ്കിലും പരമാവധി നേരത്തെ തന്നെ കാലത്ത് തന്നെ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 11 മണി 11:30 എടുക്കാവുന്ന രീതിയിൽ നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. ഓക്കെ.